തിരുകരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതം യേശുവിൻ നാമം ഇപ്പൂവിലെന്നും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഇപ്പൂവിലെന്നും ഉയർത്തിടാം. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയാ ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. ഉണരുകയായി ജനകോടികൾ. അത്ഭുതമേശുനാമം അത്ഭുതമേശുവിൻ നാമം ഇപ്പൂവിലെന്നും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഇപ്പൂവിലെന്നും ഉയർത്തിടാം. നല്ലവനാ കർത്തനവൻ വല്ലവനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലവനായി വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമം ഇപ്പൂവിലെന്നും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഇപ്പൂവിലെന്നും. അത്ഭുതം യേശുവിൻ നാമം ഇപ്പൂവിലെന്നും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും ഓ യേശുവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോനിദാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോനിദാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും യേശുവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ള. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ള. തന്റെ കരുണ, തന്റെ കരുണ എത്രയോ അതിവിശുദ്ധം. തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശുദ്ധം. തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും അകത്യങ്ങളെല്ലാം അകത്തിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും അകത്യങ്ങളും അകത്തിയ തന്റെ സ്നേഹം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെ. ഓ യേശു മാറാത്തവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെ. ഓ യേശു
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ ആദ്യനുതാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനുതാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. എന്ന പുരാത്മാവേ യേശുവേ, ഹല്ലേലൂയ. ഓ ആദിയിൽ എന്ന പുരാത്മാവേ അമിതബലം തരണ്ടേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ എന്റെ വചനത്തിൽ നേരും വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ തന്റെ വചനത്തിൽ വേറും വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, പിഞ്ചനം ഉണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. Hallelujah. We give you glory, Lord. Hallelujah. Hallelujah. Worship Him. Hallelujah. Lift up your voice and give Him glory. Hallelujah. Hallelujah. Hey, hallelujah. Hallelujah. One night ചേർന്ന് hallelujah. ആത്മാവിൻ hallelujah. Let the presence of God move mightily in this place. Rikarama sharama karama. Ribalama kandelere. Rishandelere karama mama mama. Rubalana bala karama shalama karama. Jesus, 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 Jesus. Oh, ribalama karama mama mama. Oh, hallelujah. 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 Era washarama bala karama. Rubalana kashandelere. Yeshua. Oh, Jesus, 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 Jesus. Riba mama kama mama shalarama. Rikandelere karama mama shabarama. Riba mama kama mama shalarama. Oh, ആദ്യനുതാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനുതാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിൽ എന്ന പുരാത്മാവേ അമിതബലം തരണേ. ആദിയിൽ എന്ന പുരാത്മാവേ അമിത പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി Thank you, thank you, thank you, thank you, thank you, thank you.
നന്ദി നന്ദി യേശുവേ നന്ദി. Hallelujah. Give you glory, give you glory, give you glory, give you glory. Hallelujah, hallelujah. നന്ദി യേശുവേ നന്ദി നന്ദി. Hallelujah. നീ ചെയ്ത നന്മകളെല്ലാം നന്ദി നന്ദി നന്ദി. Hallelujah. Thank you Lord. Thank you for every goodness, every mercy that is showered upon us, oh God. And I will say that you are my refuge, you are my strength, you are my fortress. Give you glory, Jesus. Hallelujah. Shabaramakama Rikamandirapash. Dinavum യേശുവേ യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരെ പ്രിയനെ കഴിയില്ലാരേക്ക്. ഹല്ലേലൂയ. പ്രിയാനൻ യേശുവേ ഹല്ലേലൂയ. ദിനവും നിന്നോട് കൂടെ hallelujah, experiencing every moment of my life with you, Lord, understanding your very presence in me, Jesus. Thank you, Lord, that pushes me forward, oh God. Thank you, Jesus, with hope, with strength. Hallelujah. Thank you, Father. Oh, dinavum യേശുവിൻ്റെ കൂടെ dinavum യേശുവിൻ്റെ ചാരെ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരെ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥാ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥാ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ഓ സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ അങ്ങേ അല്ലാതെ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരണിയിൽ. സ്നേഹിക്കുന്നേ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിൽ ദൈവത്തിന്റെ
പരിശുദ്ധ ആത്മാവ് നമ്മെ തൊടുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. യേശുവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പാ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് മതി. കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നുമല്ല. കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നുമല്ലപ്പാ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ വളരെ ആഗ്രഹത്തോടെ ഇതിന്റെ അകത്തിരിക്കുമ്പോൾ അപ്പാ, ഞങ്ങൾ ഒന്ന് മാത്രം പ്രാർത്ഥിക്കുക. അതിവിശുദ്ധ സ്ഥലത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. എല്ലാ കണ്ണുകളും അടച്ച് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനോട് പറഞ്ഞിട്ട്, രാത്രി നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം അപ്പാ. കർത്താവേ, we want your presence. നിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് വെളിപ്പെടണം. സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, മാലാഖമാർ രണ്ടുകൊണ്ട് മുഖമൂടി രണ്ടുകൊണ്ട് പറന്ന് കർത്താവേ, നിനക്ക് സ്തോത്രവും സ്തുതികളും അർപ്പിക്കുന്ന നിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ അടിയങ്ങളായിരിക്കുമ്പോൾ അപ്പാ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങേ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ, അങ്ങേ ആരാധിപ്പേണ്ടതുപോലെ ആരാധിപ്പാൻ സ്വർഗീയ രാജാവേ, ഇന്ന് രാത്രി അടിയങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗീയ രാജാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. മാറത്ത് പൊൻകച്ചയണിഞ്ഞ് 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. യേശുവേ, നീ ആദ്യനും അന്ത്യനുമാണ്.
ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുക. കർത്താവെ, ഈ ആലയത്തിന്റെ അകത്ത് കർത്താവെ, ഈ ഫ്രണ്ട് റോയിൽ മുതൽ കർത്താവെ നിന്റെ ബാക്ക് എൻഡ് വരെ നിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ ആരും ഇന്ന് രാത്രി ഉണ്ടാകല്ലേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നിൽക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. കർത്താവ്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് കർത്താവരുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം കർത്താവെ നോയബിൾ പ്രസൻസ് ഓഫ് ഗോഡ് കർത്താവെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ദൈവ സാന്നിധ്യം കർത്താവെ നിന്റെ അകത്ത് വെളിപ്പെടട്ടെ. 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനായിരിക്കുന്ന നല്ല തിരുമേനി അവൻ നല്ല കർത്താവ് ഇതിന്റെ അകത്ത് അങ്ങ് ചലിക്കുന്നതിനായിട്ട് അങ്ങ് നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രിയിൽ രോഗികൾ സൗഖ്യമാകും. ഇന്ന് രാത്രിയിൽ അവൻ കടബാധ്യതയുള്ളവർ വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി കെട്ടുകളെ അഴിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ ജനം സന്തോഷത്തിന്റെ അവൻ ആനന്ദ ഘോഷം ഉയർത്തുവാൻ സ്വർഗമിടയാക്കും. ഇന്ന് രാത്രി വിലാപത്തെ നൃത്തമാക്കുന്നവൻ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തൊടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥകളെ സ്വർഗം മാറ്റി എഴുതുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി സ്വർഗത്തിലെ തമ്പുരാൻ അവൻ യേശു കർത്താവ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ജനിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ അവൻ അതിശക്തമായിരിക്കുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, എല്ലാ മുറിവുകളും ഇന്ന് രാത്രി അവിടുന്ന് കെട്ടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ മൈലുകൾക്കപ്പുറം പോലും അവൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിനായിട്ട് നന്ദി. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവൻ ഞങ്ങൾ ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തം പരമായിട്ട് സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് നന്ദിയപ്പ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിലെ യോഗം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എറിഞ്ഞേൽപ്പിക്കുകയാണ്. സ്വർഗീയ തമ്പുരാൻ തന്റെ നേതൃത്വം ഏറ്റെടുക്കണം. കർത്താവേ, ഞങ്ങളുടെ ശബ്ദമല്ല നിന്റെ ശബ്ദം, നിന്റെ ഇമ്പ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. അപ്പൊ നിന്റെ ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകി തരണമേ. ഇതിന്റെ അകത്ത് അവൻ ചാകാറായ ശേഷിപ്പുകളുണ്ട്. ഇതിന്റെ അകത്ത് അടഞ്ഞ കല്ലറകളുണ്ട്. സ്വർഗീയ തമ്പുരാനെ, അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. അപ്പ ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച് ഒരു സൈന്യം എഴുന്നേൽക്കട്ടെ. ദൈവ സാന്നിധ്യം ഇപ്പോൾ പകരപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വ്യാപാര ശക്തി ഇതിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, പുറകിലുള്ളവർ മുതൽ കർത്താവെ മുന്നിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ പേരും എല്ലാവരുടെ പേരും അവൻ സ്വർഗത്തിലെ തമ്പുരാന്റെ ദൈവ സാന്നിധ്യം അവൻ വലിയ സാന്നിധ്യം മഹനീയ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോദിനം പരിശുദ്ധ നല്ല പിതാവേ, ആമേൻ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. തുറന്നുള്ള സമയങ്ങളിൽ ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലോകമെങ്ങും ആമേൻ ക്രിസ്മസ് ആമേൻ ആഘോഷിക്കുന്ന പ്രത്യേക സമയമാണ്. ആമേൻ. ലോകത്തെല്ലായിടത്തും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ ചുവന്ന ഉടുപ്പിട്ട അടിയൻ്റെ ആഘോഷമാണെന്ന് പറയും. കർത്താവിന് സ്തോത്രം. സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ ആമേൻ ആഘോഷമാണെന്ന് പറയും. കർത്താവിന് സ്തോത്രം. ആമേൻ. പുറത്തെ രാജ്യങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം അവിടെയൊക്കെ ആമേൻ സ്തോത്രം കാണാൻ പറ്റുന്നത് ക്രിസ്മസ് ട്രീയും ആമേൻ സാന്താക്ലോസുമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെയൊന്നും ആമേൻ സ്തോത്രം ആരുടെയും അടുക്കൽ പോലും കാണുന്നില്ല. കർത്താവിന് സ്തോത്രം. യേശുവിനെ കുറിച്ച് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ക്രിസ്മസ് സാന്താക്ലോസിന്റെ ആയിട്ട് മാറി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം സ്വർഗ്ഗം നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം ഒരു ക്രിസ്മസ് ഇതിന്റെ അകത്ത് തരും. എന്താ ക്രിസ്മസ്? കർത്താവിന്റെ ജനനമാണ് ക്രിസ്മസ്. ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ ജനനമാണ്.
ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ക്രിസ്തു നിന്റെ അകത്ത് ജനിച്ചാൽ നിനക്ക് ഇന്ന് ക്രിസ്മസാ. കർത്താവിന് സ്തോത്രം. ഏത് ദിവസമാണ് കർത്താവ് ജനിച്ചതെന്ന് നമുക്കറിയാൻ മേല. ഒരു ദിവസം ജനിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ക്രിസ്മസാ. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അകത്ത് ഒരു വലിയ ജനനം നടക്കും. ഒരാമേ പറയാമോ? എല്ലാവരും ആമേ പറഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിൽ ഒരു സെലിബ്രേഷൻ വെച്ചിരുന്ന ഒരു മ്യൂസിക്കൽ നൈറ്റ്, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം വെച്ചിരുന്നു. നൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. ഒരു മ്യൂസിക് പ്രോഗ്രാം വെച്ചിരുന്നു. അതിൻ്റെ പേര് നമ്മൾ ഇട്ടത് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലോകം കണ്ടതിൽ വെച്ച്, ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മഹനീയമായിരിക്കുന്ന കഥ. ആമേൻ. ആ കഥ, അതിൻ്റെ പേരാണ് യേശുവിൻ്റെ കഥ. കർത്താവിന് സ്തോത്രം. സ്റ്റോറി ഓഫ് ജീസസ്. ആമേൻ. ഹി സ്റ്റോറി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഹിസ്റ്ററി എന്നല്ലേ. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ സ്റ്റോറിയാണ് ഹിസ്റ്ററി. എത്ര പേര് ആമേൻ പറയും? അത് സമ്മതിക്കാൻ കഴിയാത്തവരെ കലണ്ടർ മാറ്റിക്കളയേണ്ടി വരും. കാരണം കലണ്ടറിനെ, ആമേൻ സ്തോത്രം, ലോകത്തിന്റെ വർഷങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചത് കർത്താവാണ്. ആമേൻ സ്തോത്രം. ആനോ ഡോമിനിയും ബിഫോർ ക്രൈസ്റ്റും, BC-യും AD-യും. കർത്താവിന് സ്തോത്രം. കർത്താവിന് മുമ്പും കർത്താവിന് ശേഷമേ ഉള്ളൂ. കർത്താവില്ലെന്ന് പറയുന്നവരും അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ കർത്താവിന് ശേഷം, അല്ലെങ്കിൽ കർത്താവിന് മുമ്പ്. കർത്താവിന് സ്തോത്രം. അവന്റെ സ്റ്റോറി, ഹിസ്റ്ററി. എല്ലാവരും പറഞ്ഞ ഹിസ്റ്ററി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ആമേൻ സ്തോത്രം നമ്മൾ ചിന്തിക്കുന്നത്, ആമേൻ സ്തോത്രം, ആമേൻ ആ മഹനീയമായിരിക്കുന്ന കഥയെക്കുറിച്ചാണ്. കർത്താവിന് സ്തോത്രം. പാലസ്തീനിലെ ആമേൻ സ്തോത്രം ബെത്ലഹേം എന്ന്, ആമേൻ സ്തോത്രം, ആമേൻ നസറത്തിലെ ഒരു ഗ്രാമത്തിൽ, കർത്താവിന് സ്തോത്രം, ആമേൻ ഒരു സഹോദരി, കർത്താവിന് സ്തോത്രം, അവളുടെ പേര് മറിയ. കർത്താവിന് സ്തോത്രം. ആമേൻ ആമേൻ. അന്ന് ഒരു രാത്രിയിൽ ഒരു ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. ആമേൻ. എന്നിട്ട് പറഞ്ഞു, മറിയേ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. മറിയേ, കൃപ നിറഞ്ഞ അവളെ, നിനക്ക് വന്ദനം. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്നിട്ട് പറഞ്ഞു, അത്യുന്നതനായിരിക്കുന്നവന്റെ പുത്രൻ നിന്നിൽ, ആമേൻ, ഭൂജാതനാകുവാൻ, നിന്നിൽ ഉദ്ഭവിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നിനക്കൊരു പുരുഷ പ്രജ ജനിക്കും, അവന് യേശു എന്ന് പേരിടണം. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം കേട്ട് മറിയ അങ്ങ് അമ്പരന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 26 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ആമേൻ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവിന് സ്തോത്രം. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. മറിയ ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതന്റെ പുത്രൻ നിന്നിൽ ഭുജാതനാകും. കർത്താവിന് സ്തോത്രം. ഇതെങ്ങനെ സംഭവിക്കും? ആമേൻ സ്തോത്രം. ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ആമേൻ സ്തോത്രം, നമ്മുടെ അകത്ത് യേശു ജനിക്കാനായിട്ട് ഇടയാകും. ഒരാമേൻ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് പറയും, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയണമേ, എൻ്റെ പുറത്ത് ആമേൻ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കണമേ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ? എത്ര പേര് പറയും? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നവർക്ക്, ആമേൻ സ്തോത്രം, യേശുവിനെ കിട്ടും. പരിശുദ്ധാത്മാവെ എൻ്റെ അകത്ത് നിറയണമേ എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യേശുവിനെ നിന്റെ അകത്തേക്ക് തരികയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 പത്രോസ് 1:23 പറയുകയാണ്, നമ്മൾ ജനിച്ചത്, വീണ്ടും ജനിക്കപ്പെട്ടത് എങ്ങനെയാ? കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, 1:23. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എല്ലാവരും ചേർന്നൊരു ആമേൻ പറഞ്ഞു.
കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി വീണ്ടും ജനനം നടക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ. ആമേൻ സ്തോത്രം. ആമേൻ. ഇംപെരിഷബിൾ സീഡ്. കർത്താവിന് സ്തോത്രം. അത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവിന് സ്തോത്രം. സാക്ഷാൽ നിലനിൽക്കുന്നതും ആമേൻ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, വീണ്ടും ജനിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുക, വീണ്ടും ജനനം എന്ന് പറയുന്നത് വചനം നിന്റെ അകത്ത് ആമേൻ ജനിക്കുന്നതാണ്. എന്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ആമേൻ. കെടുന്ന ബീജം അല്ല, കെടാത്ത ബീജം. കർത്താവിന് സ്തോത്രം. ബയോളജിക്കൽ ബർത്ത് അല്ല. കർത്താവിന് സ്തോത്രം. ആത്മാവിന്റെ ജനനം. പരിശുദ്ധി ആത്മാവ് നിന്റെ മേൽ വരും. എങ്ങനെ വരും? വചനത്തിലൂടെ വരും. ഒന്ന് പറഞ്ഞ്, വചനത്തിലൂടെ വരും. ഏതാണ് ആ ആത്മാവ്? ഏതാണ് ആ ജീവൻ? കർത്താവിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 63-ാമത്തെ തിരുവചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അത് ആത്മാവും ജീവനുമാണ്. പറഞ്ഞേ, ആത്മാവും ജീവനുമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനകത്ത് ആത്മാവുണ്ട്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ജീവനുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ആമേൻ സ്തോത്രം പാസ്റ്ററുടെ വചനമല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതിൻ്റെ അകത്ത് ജീവനുണ്ട്, അതിൻ്റെ അകത്ത് ആത്മാവുണ്ട്. ചേർന്ന് പറഞ്ഞ്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവും ജീവനുമാണ്. ഞാൻ കേൾക്കുകയല്ല, ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. മറിയയോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നിനക്കൊരു കുഞ്ഞിനെ ജനിക്കും. ആമേൻ സ്തോത്രം, അവൻ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മറിയ പറഞ്ഞു, അങ്ങനെ എൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ. ചേർന്ന് പറഞ്ഞേ, നിന്റെ വചനം പോലെ. ഇന്ന് പകൽക്കാലം എത്ര പേര് നിന്റെ വചനം പോലെ എന്ന് പറയുന്നുവോ, അവന്റെ അകത്ത് ആമേൻ സ്തോത്രം മറിയയ്ക്ക് ലഭിച്ചതുപോലെ യേശുവിന് ലഭിക്കും. 1 പത്രോസ് 1:23 നമ്മൾ വായിച്ചു കേട്ടത് അതാണ്. ദൈവത്തിന്റെ വചനം സാക്ഷാൽ കെടാത്തതും ആമേൻ നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ അകത്ത് വീണ്ടും ജനനം നടക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഒരുവന് സ്വർഗരാജ്യം കാണാൻ പോലും പറ്റത്തില്ല. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറയാത്തവർക്ക് ജനനമില്ല, ജനിച്ചില്ലെങ്കിൽ രാജ്യവുമില്ല. ഒരാമേൻ പറയാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് നമ്മുടെ ജീവന്റെ വചനമാണ്. ഇന്ന് നമ്മുടെ ആമേൻ സ്തോത്രം അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ദിവസമാണ്. കർത്താവിന് സ്തോത്രം. നിന്റെ നിത്യജീവന്റെ പുസ്തകത്തിനകത്ത് നിന്റെ പേരെഴുതി ചേർക്കണമെങ്കിൽ ആമേൻ സ്തോത്രം നീ വീണ്ടും ജനിക്കും. വീണ്ടും ജനിച്ചേ പറ്റൂ. കർത്താവിന് സ്തോത്രം. എങ്ങനെ വീണ്ടും ജനിക്കും? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം എൻ്റെ അകത്ത് വരുമ്പോൾ എനിക്ക് വീണ്ടും ജനനം ഉണ്ടാകും. ഞാൻ ഏതെങ്കിലും പള്ളിയിൽ പോയത് കൊണ്ട് എനിക്ക് വീണ്ടും ജനിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ പാസ്റ്ററുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. കർത്താവിന് സ്തോത്രം. വീണ്ടും ജനിക്കുമോ? ഇല്ല. കർത്താവിന് സ്തോത്രം. ഞാൻ പള്ളിയിൽ ഭയങ്കര ഉപകാരിയാണ്, ഒത്തിരി പണമൊക്കെ കൊടുക്കുന്നതാ. കർത്താവിന് സ്തോത്രം. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. വീണ്ടും ജനിക്കണമെങ്കിൽ വചനത്തെ സ്വീകരിക്കണം. വചനത്തിന്റെ അകത്ത് ആത്മാവുണ്ട്, ജീവനുണ്ട്. ചേർന്ന് പറഞ്ഞ്, വചനത്തിന്റെ അകത്ത് ആത്മാവുണ്ട്, ജീവനുണ്ട്. കർത്താവിന് സ്തോത്രം. ഏതാണ് ആ വചനം? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കർത്താവിന് സ്തോത്രം. വചനം ദൈവമായിരുന്നു. ഏതാണ് ആ വചനം? ഏതാണ് ആ ദൈവം? ആരാണ് ആ ദൈവം? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആദിയിൽ ഉണ്ടായിരുന്ന വചനം. ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കാര്യമല്ല പറയുന്നത്. ആദി, അനാദി. കർത്താവിന്റെ സ്തോത്രം. ബിഫോർ ദി ഫൗണ്ടേഷൻസ് ഓഫ് ദി എർത്ത്. ആമേൻ. ലോകമുണ്ടാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. അതിന്റെ അടുത്ത വാക്യം പറയാം, ഉണ്ടായതെല്ലാം അവൻ മുഖാന്തരം ഉണ്ടായി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 2-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. സകലവും അവൻ മുഖാന്തരം, അവൻ ആദി ദൈവത്തിൽ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കർത്താവിന് സ്തോത്രം. ഉണ്ടായെങ്കിൽ, കർത്താവിന് സ്തോത്രം, ഇന്ന് രാത്രി എന്തെങ്കിലും നമ്മുടെ ആമേൻ ആമേൻ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആമേൻ സ്തോത്രം കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആമേൻ സ്തോത്രം, അവൻ മുഖാന്തരം ഉളവായതാണ്. ചേർന്ന് പറഞ്ഞ, അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്. അപ്പോ മേരിയോ
അപ്പോൾ ജോസഫോ ചേർത്ത് ധൈര്യമായിട്ട് പറഞ്ഞു, അവൻ മുഖാന്തരം ഉളവായതാ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യേശു അവൻ്റെ പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണ ഭൂമിയിലേക്ക് തൻ്റെ സൃഷ്ടിയുടെ അകത്ത് ജനിക്കാൻ തക്കവിധം താഴ്മ ധരിപ്പാനിടയായി. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം. ആമേൻ സ്തോത്രം. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം പെട്ടെന്ന്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, എപ്പോഴാ ഇരുന്നേ? ആദിയിൽ. പറഞ്ഞ ആദിയിൽ. ആദിയിൽ എന്ന് പറഞ്ഞാൽ എബ്രാഹത്തിന് മുമ്പേ. ആദിയിൽ എന്ന് പറഞ്ഞാൽ നസ്രത്തിലെ ജോസഫിനേക്കാളും മുമ്പേ. ആദിയിൽ എന്ന് പറഞ്ഞാൽ ദാവീദിനേക്കാളും മുമ്പേ. ആദിയിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനായിരിക്കുന്ന ആദാമിന് മുമ്പേ. എൻ്റെ കൂടെ ഉണ്ടോ? അവൻ ദൈവത്തോടുള്ള സമത്വം, ദൈവത്തോട് സമമായിട്ടിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് നമ്മൾ അവനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ വലിയവനെന്ന് പറഞ്ഞു ഉയർത്തുന്നത്. കർത്താവിന് ഇത്രത്തോളം താഴുവാൻ, അല്ലേ? ഇത്രത്തോളം താഴ്മ ധരിപ്പാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. തുറന്ന് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി. അപ്പൊ ദൈവത്തിന്റെ രൂപത്തിൽ ഇരുന്നവൻ ദാസന്റെ രൂപത്തിലായി, മനുഷ്യന്റെ രൂപത്തിലായി. കർത്താവിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. യേശു ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നവനെ തല കുത്തി നിർത്തിയിട്ട് അടിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം. അവൻ മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ആമേൻ സ്തോത്രം. മറിയയുടെ അകത്ത് ജനിക്കാൻ തക്കവിധം താഴ്ത്തി. എന്നിട്ട് പറയുകയാണ്, ആമേൻ സ്തോത്രം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഒന്ന് പറഞ്ഞേ, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. അവൻ ഈ ആമേൻ സ്തോത്രം താഴ്മ ധരിപ്പാൻ ഇടയായത് കൊണ്ട് സ്വർഗം അവനെ ഉയർത്തി. കർത്താവിന് സ്തോത്രം. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുക. കർത്താവിന് സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പല്ല യേശു ജനിച്ചത്. യേശു ആദിമയിലുള്ളതാ. യേശു മുഖാന്തരമാ സകലതും ഉണ്ടായത്. യേശു മുഖാന്തരമാ സാന്താക്ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. യേശു മുഖാന്തരമാ ജോസഫും മറിയയും ഉണ്ടായിട്ടുള്ളത്. ആമേൻ. യേശു മുഖാന്തരമാ സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ഉണ്ടായതെല്ലാം അവനെ കൂടാതെ ഒന്നും ഉണ്ടായില്ല. ഉണ്ടായതെല്ലാം അവനും മുഖാന്തരമുള്ളതായി. കർത്താവിന് സ്തോത്രം. ആമേൻ. ആ യേശുവിനെ സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് തരികയാ. ആമേൻ. അതിനെ സ്വർഗമിട്ട പേരാണ് ദൈവത്തിന്റെ മഹാസ്നേഹം. ചേർന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹാസ്നേഹം. തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ നൽകി തരുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 വായിച്ചോ. കർത്താവിന് സ്തോത്രം. എല്ലാവർക്കും അറിയാവുന്ന വാക്യ അല്ലേ? വായിച്ചോ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. ഗോഡ്സ് ലവ്. ഒരു ആമേൻ സ്തോത്രം റിലീജിയനും അവകാശപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം പോലെ ഒരു മതത്തിന്റെ നേതാവും ആമേൻ സ്തോത്രം അവരുടെ അനുയായികളോട് കാണിച്ചിട്ടില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, നൽകിത്തരാൻ, തന്റെ പുത്രനെ നൽകിത്തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കാൽവരി മലയുടെ മുകളിലേക്ക് യാഗമർപ്പിക്കാൻ പോയത് പിതാവാ, പുത്രനെയും കൊണ്ട്. ആമേൻ സ്തോത്രം. അതാ അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? അത്രയും സ്നേഹിച്ചതുകൊണ്ടാണ്. ലോകത്തെ അത്രയും സ്നേഹിച്ചതുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഇതിന്റെ അകത്തിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം എന്തെങ്കിലുമൊക്കെ കേട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഓർത്തോണം, കർത്താവിന് സ്തോത്രം, ദൈവം കൊടുത്ത വില നമ്മൾ മറന്നു പോകല്ലേ.
ആമേൻ. തന്റെ ആദ്യജാതനെ, തന്റെ ഏകജാതനെ, ബിഗോട്ടൻ സൺ, ആമേൻ, സ്തോത്രം, അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാ? ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. ഇന്നത്തെ ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരട്ടെ. അപ്പൊ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ, സ്തോത്രം, അവനെ തന്നത് എന്തിനാണെന്ന് അറിയാമോ? ലോകത്തെ കുറ്റം വിധിക്കാനല്ല. അടുത്ത വാക്യം 17. പിന്നെയോ അവൻ മുഖാന്തരമായിട്ട് ലോകം രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. അത്രേ. ഒന്ന് പറഞ്ഞ്, രക്ഷിക്കപ്പെടാൻ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. ചേർന്ന് പറഞ്ഞ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. കർത്താവിന് സ്തോത്രം. എന്തിനാ രക്ഷപ്പെടുന്നേ? എന്തിനാ രക്ഷപ്പെടുന്നേ? റോമാലേഖനം 3:23 പറയുന്നു, For all have sinned and fallen short of the glory of God. എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. കർത്താവിന് സ്തോത്രം. 3:23. ഒരു വ്യത്യാസവുമില്ല. നന്മ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരാക്കി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ തേജസ് എല്ലാവരും, ആമേൻ, സ്തോത്രം, നഷ്ടമാക്കി കളഞ്ഞു. പാപം ചെയ്യാത്ത ഒരാളുമില്ല. ഇന്ന് പകൽ ആരെങ്കിലും പറയുക ഞാൻ മിടുക്കനാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുക, നീ പാപിയായിട്ട് ജനിച്ചിട്ടുള്ളത്. കർത്താവിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. പാപം ചെയ്തവൻ പാപത്തിന്റെ ശിക്ഷ ആയിരിക്കുന്ന മരണം അനുഭവിക്കണം. ദൈവത്തിന്റെ വചനം പറയുക, എന്നാൽ ദൈവത്തിന്റെ ദാനമോ നിത്യജീവൻ. കർത്താവിന്റെ സ്തോത്രം. റോമാലേഖനം 6:23 കൂടി വായിച്ചാട്ടെ. കർത്താവിന്റെ സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. റോമാലേഖനം 6:23. ഇന്ന് ചെറുത് പഠിക്കാൻ വേണ്ടിയാ ഇങ്ങനെ പോകുന്നത്. കർത്താവിന്റെ സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണമാ. ഞാനിനിയിപ്പോ സിന്നറായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചത് എളുപ്പമല്ല. എനിക്കെന്താ, അവൻ പാസ്റ്ററിന് വല്ല കുഴപ്പമുണ്ടോ ഞാനിങ്ങനെ ജീവിക്കുന്നതിൽ? ഒരിക്കലും ഒരു സഹോദരൻ എൻ്റെ കൂടെ ജോലി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, ഞാനിങ്ങനെ പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടേ, ഞാൻ പാപമൊന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഇവനെ നന്നായിട്ടറിയാം. കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശ്നം. അതേപോലത്തെ ഒരു പ്രശ്നക്കാരൻ വേറെ ഇല്ല. അവൻ എന്നോട് പറയാം, ഞാൻ ഒരു പാവം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ തന്നെയാണോ ഇത് പറയുന്നത്? കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറയാണ്, പാപം എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, പാപം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, ദൈവത്തിന് നിരക്കാതെ ചെയ്യുന്നതെല്ലാം പാപമോ? കർത്താവിന്റെ സ്തോത്രം. ചുമ്മാ അങ്ങ് പറയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് 2-3 ലിസ്റ്റിങ്ങൾ, 1-2-3 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇത് മാത്രമാണ് പാപം, ഇത് ഞാൻ ചെയ്യുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവനോടൊക്കെ സംസാരിക്കാൻ എന്നെ കൂടെ ഞാൻ ആളല്ല. അവൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് പറയാ, ഇതാണ് പാപം, ഇതല്ലാത്ത ഒന്നും പാപമല്ല. അവനോട് ഞാൻ എന്നാ പറയാൻ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപം എന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുനടക്കുക, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഉപേക്ഷിക്കാം. അങ്ങനെയല്ല. പാപം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പാപം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾ എല്ലാവരും പാപികളായിപ്പോയി. പാപം ചെയ്യാത്ത ഒരുവൻ പോലുമില്ല. ഒത്തിരി പണം കൊണ്ടേ കൊടുത്താലും പാപം മാറുമോ? ഇല്ല. ഒരു നല്ല ഭക്തനായിട്ട് ജീവിച്ചാൽ പാപം മാറുമോ? ഒരിക്കലും ഇല്ല. ഒരു നല്ല മനുഷ്യനാണെന്ന് നാട്ടുകാരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചാൽ പാപം ഇല്ലാതിരിക്കുമോ? ഇല്ല. അതെല്ലാം ഒരു വശത്തിരിക്കുമ്പോൾ മറുവശത്ത് ദൈവത്തിന്റെ വചനം പറയുക, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപികളാണ്. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്താ പാപത്തിന്റെ പ്രശ്നം? പാപത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. കർത്താവിന്റെ സ്തോത്രം. വായിച്ചോ, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ സ്തോത്രം. ക്രിസ്മസ് എന്താണെന്ന് നമ്മൾ പഠിക്കുക. ക്രിസ്മസിന്റെ വില എന്താണെന്ന് നമ്മൾ പഠിക്കുക. ചുമ്മാ സ്റ്റാർ തൂക്കിയിട്ട് തീർക്കാനുള്ളതല്ല ക്രിസ്മസ്. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തെ മാറ്റണം. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഒരു ക്രിസ്മസ് എല്ലാവർക്കും ഉണ്ടാകണം. ആമേൻ. സ്തോത്രം. കോഴിയും താറാവും കൊണ്ട് അത് തീരല്ലേ? ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അതിക്രമങ്ങളാലും ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആമേൻ. 1-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പേ ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, അല്ലേ? യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു?
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലരൊക്കെ ചിന്തിക്കും, ഓ പാസ്റ്റർ നിങ്ങൾ മാത്രം കുറെ വിശുദ്ധന്മാര്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. കർത്താവിന് സ്തോത്രം. പുറത്തു പോയി യേശുവിനെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബോൾഡായിട്ട് ഈ വചനത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, മരിച്ചവരാ. ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, മരിച്ചവരാ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. കർത്താവിന് സ്തോത്രം. എപ്പോഴാ ജീവനുണ്ടായത്? ഒരു ക്രിസ്മസ് നമുക്കുണ്ടായപ്പോൾ. ഹല്ലേലൂയ. അതിക്രമങ്ങളാലും. അപ്പൊ പാപത്തിന്റെ പ്രശ്നം എന്താ? പാപം നിന്റെ ലിസ്റ്റും കൊണ്ട് വന്നിട്ട് എന്നെ കുടുക്കിയിട്ട് കാര്യമൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മരിച്ചവനാ, ജീവനില്ല. ഏദൻ തോട്ടത്തിനകത്ത് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. എപ്പോഴാ? പാപം ചെയ്തപ്പോ. എപ്പോഴാ? അവിശ്വസിച്ചപ്പോ. എപ്പോഴാ? അനുസരണക്കേട് കാണിയപ്പോ. ജീവൻ നഷ്ടപ്പെടുകയാ. കർത്താവിന്റെ സ്തോത്രം. ഏത് ജീവനാ? സ്പിരിച്വൽ ലൈഫ്. ആമേൻ. സ്പിരിറ്റ്, ആത്മാവ് അവിടെ മരിക്കുക. മരണം. കർത്താവിന്റെ സ്തോത്രം. സ്പിരിച്വൽ ഡെത്ത്. അതുകൊണ്ടാ ആദാമും ഹവ്വയൊക്കെ നഗ്നനാണെന്ന് മനസ്സിലാക്കിയതും അവര് കർത്താവിൽ നിന്ന് ഓടി ഒളിച്ചതും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം, നിനക്ക് പാപം കൊണ്ട് നടക്കാവും. പാസ്റ്റർ, അതെന്റെ ലൈഫ് സ്റ്റൈലാ. എന്താ മോനെ ഇങ്ങനെ നടക്കുന്നത്? അതെന്റെ ലൈഫ് സ്റ്റൈലാ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എൻ്റെ കൂടെ വരണ്ട പാസ്റ്റർ, അങ്ങ് മാറി നാട്ടെ. പാസ്റ്റർ വരാൻ പറ്റിയ സ്ഥലമല്ല. കർത്താവിന് സ്തോത്രം. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ സ്നേഹിതന്മാർ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എന്താ കാര്യം? ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. രണ്ടാമത്തെ കാര്യം, അടുത്ത വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പ്രിയമുള്ളവരെ, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. എൻ്റെ കൂടെ ശ്രദ്ധിച്ചു കേൾക്കണം, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമില്ലാത്തവന്, യേശുവിൽ വിശ്വസിക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉടുപ്പും നല്ല ഭംഗിയൊക്കെ കാണും. ആമേൻ. സ്തോത്രം. നമ്മുടെ മിസ് ആരൊക്കെയാണ്? അങ്ങനെയൊക്കെ ആയിരിക്കും. മിടുക്കന്മാരും മിടുക്കത്തികളൊക്കെ ആയിരിക്കും. പക്ഷേ വചനം പറയുകയാണ്, അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് അധിപതിയായിരിക്കുന്ന ഒരുവനുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ സ്തോത്രം. പുറത്ത് നടക്കുന്ന അവൻ ദൈവമില്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യേകത എന്താ? അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ഒരാത്മാവാ. അവന് അധിപതിയായിരിക്കുന്ന വേറൊരുത്തനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചുമ്മാ ആമേൻ സ്തോത്രം നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവനെന്താ ഇതൊന്നും കേൾക്കാൻ സമ്മതിക്കത്തില്ല. പള്ളി വിളിച്ച പള്ളി വരത്തില്ല. വരാമെന്ന് തീരുമാനിച്ചാലോ അന്ന് പനി പിടിക്കും. ഇനി അഥവാ പനി പിടിച്ചില്ലെങ്കിൽ അന്ന് ബോസ് വിളിക്കും. എന്താ കാര്യം? വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ, സുവിശേഷം പറയണമെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാൽ മതി. അവന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കെട്ടണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാ മറിയാം കൃപ നിറഞ്ഞവര്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ പറ്റിയത്. ഇത് കേൾക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ കേൾക്കണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ഇനി ഇതിന്റെ അകത്ത് വന്നാലും ഉറങ്ങിപ്പോകും. ഉറക്കും. കാരണം എന്താ? രണ്ടാമത്തെ വാക്യം, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ. ആ ആത്മാവിനൊരു അധിപതിയുണ്ട്. അവനൊരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. ഒരു കോൺസ്റ്റബിൾ നിന്നെയും കൊണ്ട് നടക്കുന്നു, അവനൊരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, ഒരു SI ഉണ്ട്. കർത്താവിന് സ്തോത്രം. എന്നെ മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ വീണ്ടും ആമേൻ സ്തോത്രം. അതിനകത്ത് പറഞ്ഞിരിക്കുക, ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും. ഒരു ആമേൻ പറഞ്ഞു. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞു. കയ്യൊക്കെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞു.
എല്ലാ നക്ഷത്രത്തിനും നിന്റെ മേൽ അവകാശമാ. രാഹു നോക്കിയില്ലെങ്കിൽ പ്രശ്നമാ. കാരണം എന്താ? കർത്താവിന് സ്തോത്രം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവൻ ആകാശത്തിലെ കാലഗതിക്കും അനുസരിച്ച് നടന്നു. ആമേൻ. എല്ലാ നക്ഷത്രത്തിനും നിന്റെ മേൽ അവകാശമാണ്. പുറത്തോട്ട് ഇറങ്ങിയ പ്രശ്നം, അങ്ങോട്ട് പോയ പ്രശ്നം, സമയം തെറ്റിയ പ്രശ്നം, കല്ലിടുമ്പോ സമയം മാറിപ്പോയ പ്രശ്നം, ഗുളികൻ, രാഹു. എന്താ കാര്യം? ആമേൻ സ്തോത്രം. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരാ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിടുതൽ വേണം? നിന്റെ മേൽ അധികാരം വെച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചറിയുന്നു? നീ എന്നോട് നോ എന്ന് പറയുമ്പോ ഓർക്കണം, നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് വേറൊരുത്തൻ അത് നിന്റെ അകത്തുണ്ടെന്ന് നീ ഓർത്തോണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, ഈ ദൈവത്തിന്റെ പൊന്നുവചനം കേൾക്കുമ്പോൾ ഓർത്തോണം, ആമേൻ സ്തോത്രം, ഒരു വിടുതലിന്റെ ശബ്ദമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നേ. ആമേൻ സ്തോത്രം. നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ആമേൻ സ്തോത്രം ദുഷ്ടയാത്മാക്കളെ പുറത്താക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, തന്റെ ഏകജാതനായ പുത്രനെ നൽകി തരുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. എന്തിനാണെന്നറിയാമോ? ശിക്ഷ വിധിക്കാനല്ല, രക്ഷിപ്പാൻ. ആമേൻ സ്തോത്രം. കാലഗതിയിൽ നിന്നും ആകാശത്തിന്റെ അധികാരത്തിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ വേണ്ടി ആമേൻ സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന പൈതലിനെ അയച്ചു. അതിന്റെ പേരാ ക്രിസ്മസ്. മറിയ കയ്യിൽ എടുക്കുകയോ കുഞ്ഞിനെ. കർത്താവിന് സ്തോത്രം. ആരെയാണെന്നറിയാമോ? നിന്നെ വിടുവിപ്പാനുള്ളവനെ. നിന്നെ വിടുവിപ്പാനുള്ളവനെ. ദൈവത്തിന്റെ വചനം പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് യേശുവിനെ ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ആ അധികാര കൈമാറ്റം നിന്റെ വായ് കൊണ്ട് നീ വിളിച്ചു പറയണം. നീ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആമേൻ. വാട്ട് മസ്റ്റ് ഐ ഡു ടു ബി സേവ്ഡ്? ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുക, റോമാലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. എന്താ? യേശു ദൈവമാണെന്ന് യേശുവിനെ കർത്താവ്. എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചേ, ഒച്ചത്തി വായിച്ചേ. ഇന്ന് രാത്രി ആ ഭൂതങ്ങളൊക്കെ പുറത്തോട്ട് പോകട്ടെ. നിന്റെ അധികാരം ഇന്ന് രാത്രി മാറട്ടെ. നിന്റെ മേൽ അവകാശമുള്ള പിശാച് യേശുവിന്റെ നാമത്തിൽ പടിയിറങ്ങി പോകട്ടെ. നിന്റെ വായ് കൊണ്ട് വിളിച്ചു പറയുക, യേശുവാ എന്റെ കർത്താവ്. ഒരു കാലഗതിക്കും ആമേൻ സ്തോത്രം, ഒരു നക്ഷത്രത്തിനും ആമേൻ ഒരു അനുസരണക്കേടിന്റെ ആമേൻ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും എന്റെ മേൽ അധികാരമില്ല. എന്റെ കർത്താവ് യേശുവാ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനോട് പറഞ്ഞ്, യേശുവാ എന്റെ ദൈവം. ദൈവത്തിന്റെ വചനം പറയുക, നീ അത് വായ് കൊണ്ട് വിളിച്ചു പറയണം. നീ അത് വായ് കൊണ്ട് വിളിച്ചു പറഞ്ഞേ, വായ് കൊണ്ട് വിളിച്ചു പറയണം. എന്തിനാ വായ് കൊണ്ട് വിളിച്ചു പറയണേ? ആമേൻ. നിന്റെ അകത്തൊരു കൈമാറ്റം നടക്കണം. അന്ന് വരെ കുടിയിരിപ്പ് ശക്തികൾ, അന്ന് വരെ ഇരിക്കുന്ന കുടിയിരിപ്പ് ശക്തികൾ ഇറങ്ങി പോകുവാൻ തക്ക വിധം വിളിച്ചു പറയണം, യേശുവാ എന്റെ കർത്താവ്. He is my Lord. ആമേൻ. എത്ര പേര് കർത്താവിനോട് ഇന്ന് രാത്രി പറയും, യേശുവിന്റെ രക്ഷകനാണെന്ന്, യേശുവിന്റെ ദൈവമാണെന്ന് എത്ര പേര് പറയും? അവനൊരു ജീവൻ ഇന്ന് രാത്രി ഉണ്ടാകാൻ പോകുക. ഇന്ന് രാത്രി ആത്മാവും ജീവനും നിന്റെ അകത്ത് ഒരു വീണ്ടും ജനനം നൽകാൻ പോവുക. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അശുദ്ധ ആത്മാക്കൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ അശുദ്ധി മാറിപ്പോകട്ടെ. The spirit of lust യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, വായ് കൊണ്ട് വിളിച്ചു പറയണം, ഹൃദയം കൊണ്ട് നീ എന്ത് ചെയ്യണം?
വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം. ഇത് ചെയ്തില്ല എങ്കിൽ അധികാര കൈമാറ്റം നടക്കത്തില്ല. നിനക്ക് പള്ളി വരാം, പാസ്റ്റർ എന്തെങ്കിലും പറയോ? ഒന്നും പറയത്തില്ല, സന്തോഷമുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് വന്നാ മതി പൊന്നെ. കർത്താവിന് സ്തോത്രം. പക്ഷെ അധികാര കൈമാറ്റം നടക്കത്തില്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നീ അങ്ങനെ തന്നെ ഇരിക്കും. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ, നിന്റെ കർത്തൃത്വം നീ യേശുവിന് കൊടുത്തെന്ന് വായ് കൊണ്ട് പറയണം. മറിയയ്ക്കും ജോസഫിനും യേശുവിനും കൂടി കൊടുത്താൽ പറ്റത്തില്ല. നിനക്ക് വേണ്ടി നിന്റെ മരണം ഏറ്റെടുത്ത, കാൽവരിയുടെ കുലക്കളത്തിൽ നിനക്ക് പകരം മരിച്ച യേശുവിന് നിന്റെ ജീവിതം കൊടുക്കണം. ദൈവത്തിന്റെ വചനം പറയുക, യേശു കുറിയോസ് എന്ന് വായ് കൊണ്ട് വിളിച്ചു പറയണം. യേശു ദൈവമാണെന്ന് പറയണം. ഇന്ന് രാത്രി അങ്ങനെ പറയുന്നവന്റെ പേര് ഒരു ജനനം സ്വർഗമയക്കുകയാ. ഇന്ന് രാത്രി നിനക്കൊരു ക്രിസ്മസ് വേണമെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം നിനക്കൊരു ജനനം നൽകി തരണമെങ്കിൽ, നിന്റെ അകത്ത് യേശു ജനിക്കണമെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീ വായ് കൊണ്ട് വിളിച്ചു പറയണം. ആമേൻ. Confess with your mouth. എത്ര പേരത് ചെയ്യും? അക്കരങ്ങൾ ഉയർത്തട്ടെ. എനിക്ക് നിർബന്ധിച്ച ആരുടെയും കാര്യം പൊക്കണ്ട. കാലഗതിയിൽ നിന്നും, മകയിരത്തിയിൽ നിന്നും, കാർത്തികയെന്നും, രാഹുവെന്നും, ഗുളികനും എന്നും ഒക്കെ വിടുവിക്കപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ നന്നായിട്ട് ഉയർത്തിയാട്ടെ. ഈ ക്രിസ്മസ് ദിവസം 2021 24 തീയതി ആ പൊൻരാത്രിയിൽ ഞാൻ എൻ്റെ ജീവിതം അന്ന് ജനിച്ച യേശുവിന് കൊടുത്തെന്ന് നീ ബൈബിളിൽ എഴുതി വെച്ചോ. ആ കരമൊന്ന് ഉയർത്തിയാട്ട്. നിന്റെ കരമൊന്ന് നന്നായിട്ട് ഉയർത്തിയാട്ട്. ഞാൻ നിർബന്ധിക്കത്തില്ല. ആമേൻ, സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? നീ വായ് കൊണ്ട് വിളിച്ചു പറയണം. വിളിച്ചു പറഞ്ഞു, എൻ്റെ യേശുവേ, എൻ്റെ ആത്മാവിൻ്റെ കർത്തൃത്വം നിനക്ക് ഞാൻ തരികയാ. എൻ്റെ ജഡത്തിന്റെ കർത്തൃത്വം ഞാൻ നിനക്ക് തരികയാ. ആമേൻ. എൻ്റെ ദേഹിയുടെ കർത്തൃത്വം നിനക്ക് ഞാൻ തരികയാ. എൻ്റെ ചിന്തകളുടെ കർത്തൃത്വം നിനക്ക് തരിക. എത്ര പേര് പറയും? വായ് കൊണ്ട് വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഭാഷയിൽ, ആമേൻ, നിങ്ങളുടെ ഭാഷയിൽ വിളിച്ചു പറഞ്ഞാട്ടെ. യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. ലോകത്തെ രക്ഷിപ്പാൻ തക്കവിധം തന്റെ പൊന്നോമന പൈതലിനെ അയച്ചവൻ നിന്റെ വാക്കുകൾ ശ്രദ്ധ വെച്ച് കേൾക്കുകയാ. സ്വർഗം സന്തോഷിക്കട്ടെ. ആമേൻ. പുത്രനെ തന്ന് നിന്നെ സ്നേഹിച്ച പിതാവ് സന്തോഷിക്കട്ടെ. ഇന്ന് രാത്രി നീ അത് പറയുമ്പോ സ്വർഗത്തിൽ ഉത്സവം നടക്കും. എന്താ കാര്യം എന്നറിയാമോ? എന്റെ പുത്രനെ തന്നത് വൃഥാവായില്ല. എന്റെ പുത്രനെ തന്നത്, ആമേൻ, 2021 24 തീയതി അബുദാബിയിൽ ഒരു കൂട്ടം തിരിച്ചറിഞ്ഞു. അവർ അവരുടെ ജീവിതത്തെ യേശുവിന് കൊടുത്തു. അക്കരങ്ങൾ യേശുവിന് കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, യേശുവേ, ഇന്ന് രാത്രി എന്റെ പാപം ക്ഷമിക്കണം. എന്തിനാ പാപം ക്ഷമിക്കുന്നേ? എന്തിനാ പാപം ക്ഷമിക്കുന്നേ? നിന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണമാ അവന്റെ മേലായത്. കർത്താവിനോട് പറയണം, forgive me, O Lord. കരങ്ങൾ താഴ്ത്തിയാട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനോട് എത്ര പേര് പറയും? പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമേൻ, if you confess your sins, he is just and faithful to forgive all your sins. 1 John 1:9. 1 യോഹന്നാൻ 1:9 പറയുകയാ, നിങ്ങൾ വായ് കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ നിമിഷം വരെ നീ എന്തു ചെയ്തു എന്നുള്ളത് സ്വർഗം നോക്കത്തില്ല. നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരിക്കും, നിന്റെ വീട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരിക്കും. ഇന്ന് രാത്രി നീ ഏറ്റു പറയുമെങ്കിൽ 1 യോഹന്നാൻ 1:9 പറയുകയാ, ആമേൻ, സ്തോത്രം, യേശുവിന്റെ മുന്നിൽ അവൻ നിന്റെ പാപങ്ങളെ നീ വായ് കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ, അവൻ അവന്റെ പുത്രനായിരിക്കുന്ന യേശു കർത്താവ്, അവന്റെ രക്തം നിന്റെ പാപങ്ങളെ മാറ്റിക്കളയുവാൻ അവൻ വിശ്വസ്തനാ.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ ആമേൻ. ഈ സ്ക്രീനിലേക്ക് നോക്കിയാട്ടെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇത്ര നല്ലൊരു ദൈവത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത്ര നല്ലൊരു യേശുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവൻ നിനക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, നിന്റെ പാപത്തെ അവൻ ശുദ്ധീകരിപ്പാൻ മതിയായവനാ. പാപം ക്ഷമിക്കുന്നവൻ, എന്റെ പാപം ക്ഷമിക്കുന്നവൻ യേശു. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറയും? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കൽ വന്നാൽ നീ രക്ഷിക്കപ്പെടും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. പിന്നെയോ എല്ലാവരും ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ആമേൻ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. പിന്നെയോ നിനക്ക് നിത്യജീവൻ ലഭിക്കാനിടയായിത്തീരും. എങ്ങനെയാ നിത്യജീവൻ ലഭിക്കുന്നത്? സ്തോത്രം. പാപിയായിരുന്നവന്റെ മേൽ സ്വർഗത്തിലെ ദൈവം നീതിയുടെ കുപ്പായം ഇടിയിപ്പിക്കും. ലോകം മുഴുവൻ നിന്നെ പാപിയാണെന്ന് പറഞ്ഞാൽ, ഓ ഇന്നയാളല്ലേ, കർത്താവിന് സ്തോത്രം, അവന്റെ കയ്യിലിരിപ്പ് ഭയങ്കരമാ എന്നൊക്കെ നാട്ടുകാർ പറയും. ഇന്ന് രാത്രി നീ യേശുവിനെ ഏറ്റുപറയുമെങ്കിൽ, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, നിനക്ക് നീതിമാന്റെ കുപ്പായം അവൻ നൽകി തരുവാനിടയാകും. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ കർത്താവിന് സ്തോത്രം 5-ാമത്തെ അധ്യായം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം വായിച്ചു. 11-12 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. 1 യോഹന്നാൻ ആമേൻ സ്തോത്രം 5-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ പെട്ടെന്ന്. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അല്ല മറിയയിൽ, ആ ജീവൻ ജോസഫിൽ, ആ ജീവൻ ആമേൻ സ്തോത്രം എബ്രഹാമിൽ എന്ന് അല്ല എഴുതിയിരിക്കുന്നേ. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട്. ഒരാമി പറഞ്ഞേ. നിത്യജീവൻ ഇരിക്കുന്നത് യേശുവില. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, അവൻ ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. അടുത്ത വാക്യം, പുത്രനുള്ളവന് പുത്രനുള്ളവന് ജീവനുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് നിനക്കൊരു ക്രിസ്മസ് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ നിത്യതയിൽ പോകും. കർത്താവിന് സ്തോത്രം. ക്രിസ്മസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോഴിയിലും താറാവിലും അതിനെ തീർക്കുകയാണെങ്കിൽ ആമേൻ സ്തോത്രം മരിച്ച് ആമേൻ സ്തോത്രം നീ എങ്ങോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവിന് സ്തോത്രം. പുത്രനിലാ ജീവൻ. ചേർന്ന് പറഞ്ഞേ, പുത്രനിലാ ജീവൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരൊറ്റ വഴി. ചേർന്ന് പറഞ്ഞ ഒരൊറ്റ വഴി. ചിലരൊക്കെ പറയും ആമേൻ സ്തോത്രം, ആമേൻ നന്നായിട്ട് ജീവിച്ച അവര് രക്ഷപ്പെടുമായിരിക്കും. നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് അറിയാൻ പാടില്ലാത്ത പുസ്തകം വായിക്കാത്തോണ്ടാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, നിന്നെ അതിക്രമങ്ങളിൽ നിന്ന് മോചിപ്പിപ്പാൻ, നിന്റെ അതിക്രമങ്ങളുടെ പാപങ്ങളുടെ ആമേൻ അവകാശമായിരിക്കുന്ന മരണത്തിൽ നിന്ന് നിനക്ക് ജീവനെ നൽകി തരുവാൻ, വീണ്ടും ജനനം നൽകി തരുവാൻ ആമേൻ സ്തോത്രം, അതുവഴിയായിട്ട് സ്വർഗം നിനക്ക് നൽകണമെങ്കിൽ, ആമേൻ സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ, നിത്യജീവൻ നിനക്ക് ലഭിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുക, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമമല്ലാതെ. വേറെ ഏതെങ്കിലും നാമം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കള്ളന, വഞ്ചകന, ചതിയന. ട്രഡീഷന്റെ കാര്യം പറഞ്ഞ് ആരും നമ്മെ ചതിക്കില്ലേ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് അത് പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുക. 15-ാമത്തെ അധ്യായം
16-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരോട് പറയുക. ശിഷ്യന്മാരിങ്ങനെ കൂടിയിരിക്കുക. നമുക്കറിയാം, നമ്മൾ ഈ ആരെങ്കിലുമൊക്കെ പ്രായമുള്ളവർ മരിക്കുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിച്ച് കേൾക്കും. അതുവരെ ഒന്നും കേട്ടില്ലെങ്കിലും അന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും. അല്ലേ? കർത്താവിന് സ്തോത്രം. മരണശയ്യയിൽ കിടക്കുന്ന പിതാവ് എന്തു പറഞ്ഞാലും മക്കൾ കേൾക്കും. എനിക്കൊരു അറിയാവുന്ന ഒരാളുണ്ട്, കർത്താവിന് സ്തോത്രം. അദ്ദേഹം ജീവിതകാലം മുഴുവൻ തല്ലുകൊള്ളിയായിട്ട് നടന്ന ആളാണ്. പക്ഷേ പിതാവ് മരിക്കാൻ നേരം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്നും പറയും, എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതാ, ഞാനത് മാറ്റത്തില്ല. ആമേൻ സ്തോത്രം. പിതാവ് തന്നെ വിട്ട് പിരിയുമ്പോ പറയുന്ന അവസാനത്തെ വാക്കുകൾക്ക് ഭയങ്കര വിലയാ. ആമേൻ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുക. ശിഷ്യന്മാരിങ്ങനെ വിഷമത്തിലും ആമേൻ സങ്കടവും സന്തോഷവും ഒക്കെ കൊണ്ട് ഇങ്ങനെ വിഷമിച്ച് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോ യേശു അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് പറഞ്ഞത് പറയണം. സുവിശേഷം പറയണം. എന്താ സുവിശേഷം? ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. വൈ ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്? നിന്നെ രക്ഷിപ്പാൻ കഴിയുന്നതായതുകൊണ്ട്. എന്തുകൊണ്ട് അതിനെ സദ്വർത്തമാനം എന്ന് വിളിച്ച്? ആമേൻ സ്തോത്രം. നീ അതിക്രമത്തെ മരിച്ചു കിടന്ന നിനക്ക് ജീവൻ തന്ന് ഉയർപ്പിക്കുന്നതായതുകൊണ്ട്. എന്തുകൊണ്ട് അതിനെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ്? ആമേൻ സ്തോത്രം. കാലഗതിക്കും അവകാശത്തിനും ഒക്കെ കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന നിന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്വതന്ത്രനാക്കിയത് കൊണ്ട്. ഇതൊരു ഗുഡ് ന്യൂസ് അല്ലേ? നീ മരിക്കേണ്ടിയ സ്ഥാനത്ത് യേശു മരിച്ചെന്നുള്ളതാ ഗുഡ് ന്യൂസ്. ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ സ്തോത്രം. നിങ്ങൾ ലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. അടുത്ത വാക്യം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് രാത്രി സത്യം പ്രസംഗിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഇവിടെ നിന്ന് നുണ പറയുന്നത്. പാസ്റ്റർ എന്നോട് സത്യം പറയണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കയ്യൊന്ന് ഉയർത്തി. കുറച്ചു പേർക്ക് ഞാൻ നുണ പറഞ്ഞാലും കുഴപ്പമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യം പറയണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ കയ്യൊന്ന് ഉയർത്തി. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വചനം പറയുക, ക്ലിയർ ആയിട്ട് പറയുക. നീ വിശ്വസിക്കുകയും വേണം, സ്നാനപ്പെടുകയും വേണം, എന്നാ നീ രക്ഷിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്നോട് കയറിവെക്കരുത്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്നോട് സത്യം പറയാൻ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 2 പേരുടെ പേര് പറഞ്ഞിട്ട് ഹി ആൻഡ് ഷീ എന്ന് പറഞ്ഞാൽ ഹി ആൻഡ് ഷീ 2 പേരെന്ന് തന്നെ അർത്ഥം. കർത്താവിന് സ്തോത്രം. വചനം പറയുക. ആമേൻ സ്തോത്രം. വിശ്വസിക്കുകയും വേണം, സ്നാനപ്പെടുകയും വേണം. എന്നാൽ എന്ത് സംഭവിക്കും? നീ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിനക്ക് ജീവൻ ലഭിക്കാനിടയാകും. എല്ലാ കാലഗതിയിലും ആമേൻ സ്തോത്രം എല്ലാ അവകാശത്തിൽ നിന്നും നീ സ്വതന്ത്രം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനം പറയുക. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. എനിക്ക് ഏറ്റവും പ്രിയമുള്ള, ഞാൻ പറയുന്നില്ല, എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നിന്റെ ദൈവം ആമേൻ സ്തോത്രം കരുണയുള്ളവനല്ലേ, എല്ലാവരെയും അങ്ങ് രക്ഷിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, അതുകൊണ്ടാ തന്റെ പുത്രനെ തന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടണമെങ്കിൽ നീ വിശ്വസിക്കുകയും വേണം, സ്നാനപ്പെടുകയും വേണം. എന്തിനാ സ്നാനപ്പെടുന്നേ? എന്തിനാ സ്നാനപ്പെടുന്നേ? ഒരു മതത്തിനോട് ചേരാൻ വേണ്ടിയാണോ? സത്യം പറയട്ടെ, വായിച്ചോ റോമാലേഖനം 6-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോ. എന്തിനാ സ്നാനപ്പെടുന്നേ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. ആമേൻ ആമേൻ. അടുത്ത വാക്യം, അടുത്ത വാക്യം. അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരും. എല്ലാവരും പറഞ്ഞു യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. എത്ര പേർക്ക് ഇത് വായിക്കാൻ ധൈര്യമുണ്ട്? നിനക്ക് യേശു ക്രിസ്തുവിനോട് ചേരണം, വേറെ മാർഗമില്ല. എന്തിനാ യേശു ക്രിസ്തുവിനോട് ചേരുന്നത്? അവന്റെ മരണത്തോടും അടക്കത്തോടും അനുരൂപനാകാനാ. എന്തിനാ മരണത്തോടും അടക്കത്തോടും അനുരൂപനാകുന്നേ?
നിന്റെ ശിക്ഷാവിധി അവന്റെ മേലായില്ലേ, അതിന്റെ ഓഹരി നിനക്ക് വേണ്ടേ? അതിനു വേണ്ടിയാ, മതത്തിൽ ചേർക്കാനല്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാകുന്നൊരു രാമി പറഞ്ഞു. പ്രിയ ദൈവവൈതലേ, അടുത്ത ആഴ്ചയിൽ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസം നമുക്ക് സ്നാനമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ എന്റെ യേശുവിനോട് ചേരുവാൻ എനിക്ക് സ്നാനമേൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധിക്കത്തില്ല, ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗം ബാക്കി ചെയ്യും. എല്ലാ കണ്ണുകളും അടച്ചു. അങ്ങനെയുള്ളവരുടെ കരം ഒന്ന് ഉയർത്തിയാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. ആമേൻ, സ്തോത്രം. എനിക്ക് യേശുവിനോട് ചേരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. യേശു നിന്റെ അകത്ത് ജനിച്ച ദിവസമായി ഇന്നത്തെ ദിവസം. എത്ര പേര് യേശുവിന് ജീവിതം കൊടുക്കും? എത്ര പേര് യേശുവിനോട് പറയും, ഹല്ലേലൂയ, എന്റെ ജീവിതം ഞാൻ നിനക്ക് തരികയാ, ഇന്നു മുതൽ എന്റെ കർത്തൃത്വം നിനക്കാ. ആമേൻ, സ്തോത്രം. ആ കരങ്ങൾ ഒന്ന് ഉയർത്തിയേ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച്, ആരും ആരെയും നോക്കില്ല പ്ലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം മാനിക്കുന്ന ദിവസം ഇന്ന് രാത്രി. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ചാരത്തും ദൂരത്തുമായി ആമേൻ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവേ, യേശുവിനോട് ചേരുവാൻ എനിക്ക് സ്നാനമേൽക്കണം. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് എനിക്ക് ഏകീഭവിക്കണം. ആമേൻ, എന്റെ യേശുവിന് ഞാൻ എന്റെ കർത്തൃത്വം കൊടുക്കുകയാ. എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് വേറെ ആരുമില്ല എന്റെ യേശുവല്ലാതെ. ആമേൻ, സ്തോത്രം. ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞേ, യേശുവേ, ഇന്ന് രാത്രി എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം. എന്റെ പാപങ്ങളെ നീ ക്ഷമിക്കണം. എല്ലാ കരങ്ങളും ആ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയേ. കർത്താവിനോട് പറഞ്ഞേ, യേശുവേ, ഇന്ന് രാത്രി എന്നെ തന്നെ ഞാൻ നിനക്ക് തരികയാ. എന്റെ മേൽ ഇനി ഒന്നിനും അവകാശം വെക്കുവാൻ സമ്മതിക്കില്ല. ദൈവമേ, ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു വിടുതൽ വേണം. പരിശുദ്ധി ആത്മാവിന്റെ ശക്തിക്കായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുക. മറിയ പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ ആമേൻ പറയുവാൻ കർത്താവേ, ആമേൻ, കരങ്ങളെ ഉയർത്തുന്ന ആമേൻ, സ്തോത്രം, തീരുമാനമുള്ള നിന്റെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധിയാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പാ, ഇതിന്റെ അകത്ത് കരമുയർത്തിയവരുണ്ട്, ഇതിന്റെ അകത്ത് ആമേൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ ഇന്ന് രാത്രി ഈ പടി ഇറങ്ങി അവർ പോകുമ്പോ എന്റെ പരിശുദ്ധിയാത്മാവ് അവരുടെ മേൽ ചലിക്കണമേ. അപ്പാ, ഇന്ന് രാത്രി ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ എന്റെ യേശു ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാവരുടെ മേലും ജനിക്കുവാനിടയാകണമേ. അപ്പാ, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ ജനനം ഇന്ന് രാത്രി എന്റെ ദൈവം ഈ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കണമേ. അപ്പാ, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നു രാത്രി കടന്നു വരട്ടെ. യേശുവേ, നീ വന്നത് ഞങ്ങളെ രക്ഷിപ്പാനാ, നീ വന്നത് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിപ്പാനാ, നീ വന്നത് ഞങ്ങൾക്ക് സൗഖ്യം തരാനാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും ഇവിടെ വിട്ട് മാറിപ്പോകട്ടെ. ഈ കുഞ്ഞുങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശരീരങ്ങളുടെ പേരും ഇപ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ കരം ചലിക്കട്ടെ. അവൻ അവരിയ്ക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ആരിച്ചിറങ്ങുന്നത് അവരനുഭവിക്കട്ടെ.
കർത്താവേ, അവൻ ഈ കണ്ണുകളെ അടച്ച് അവൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്, അവൻ സ്തോത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുക. അപ്പാ, ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട ദയക്കായിട്ട് നന്ദി. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നല്ല നാമത്തിൽ, നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, യേശുവിന് ജീവിതം കൊടുത്ത നീ, ആമേൻ, യേശുവിനോട് ഒരു ബന്ധമുണ്ടാകട്ടെ. അവൻ സ്തോത്രം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആമേൻ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ യേശുവിനോട് സംസാരിച്ചു തുടങ്ങിയാട്ട്. ആമേൻ, സ്തോത്രം. ചാരം നടക്കുന്ന ഒരു ദൈവമുണ്ട്, കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉപേക്ഷിക്കാത്ത കൈവിടാത്തൊരു ദൈവമുണ്ട്. അവന്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. അവൻ നിന്നെ വന്നത് കുറ്റം വിധിക്കാനല്ല. ദൈവ പൈതലേ, ആര് കുറ്റം വിധിച്ചാലും അവൻ നിന്നെ കുറ്റം വിധിക്കുകയില്ല. അവൻ വന്നത് നിന്നെ രക്ഷിപ്പാനാ. ഈ ക്രിസ്മസ് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless you. God be with you. Shalom. Hallelujah. ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ സ്തോത്രം. Hallelujah. സന്നിധാനത്തിലേക്ക് കടന്നു വരാം. ഇന്നത്തെ രാത്രികാലം ഐശ്വര്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവദാസനാൽ കൂടെ വചനം ശ്രവിക്കുവാൻ സഹായിച്ചതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നാം കൂടി വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ വലിയ സാമീപ്യം നാം അനുഭവിച്ചറിയായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനേകർ വിവിധയിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമുക്ക് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ബലപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, ഈ നല്ല രാത്രി കാലത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾക്ക് കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ബലപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്നത്തെ രാത്രികാലം കർത്താവെ, നിന്റെ ദാസൻ കൂടെ കേൾപ്പിച്ച അത്ഭുതമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങൾ ഹല്ലേലൂയ അടിയങ്ങൾ കേൾക്കുന്നതൊക്കെയും അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് കർത്താവെ ഹല്ലേലൂയ അങ്ങേ പിന്തുടരുവാൻ കർത്താവോട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ അടിയങ്ങൾ വിശ്വാസമുള്ളവരായി, സ്നാനമുള്ളവരായി, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും ഹല്ലേലൂയ ശിക്ഷാവധിക്ക് യോഗ്യരായി തീരാതെ ഹല്ലേലൂയ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ അടിയങ്ങളുടെ സമയങ്ങളൊക്കെ തക്കത്തിൽ ഉപയോഗിച്ചു കൊണ്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രികാലം കൽപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവകൃപയിൽ പിന്നെയും പരിപാലിക്കണം. ഹല്ലേലൂയ. സമാധാനത്തോടെ ഇന്നത്തെ രാത്രികാലം അടിയങ്ങളെ അയക്കണം. നിന്റെ കൃപയാൽ അടിയങ്ങളെ വഴി നടത്തണം. ഹല്ലേലൂയ. ഒരു വർഷം അടിയങ്ങളെ വിട്ടു പിരിയുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ നീ നല്ലവനായിരുന്നു.
വിശ്വസ്തനായിരുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും കൂട്ടായ്മ കാണിച്ച് അടിയങ്ങളെ വഴി നടത്തി അങ്ങയുടെ നിസ്തുല്യ സ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ രാത്രികാലവും കർത്താവേ അടിയങ്ങളെ അങ്ങയുടെ സന്നിധാനത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. ദൈവകൃപയിൽ പിന്നെയും സഹായിച്ച് നിൻ്റെ കൃപയാൽ അടിയങ്ങളെ വഴി നടത്തും. പ്രാർത്ഥന കേട്ടങ്ങയുടെ ദയക്കായി സ്തോത്രം. മാനവും മുഖത്തും അങ്ങയ്ക്ക് തന്നെ തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആശീർവാദത്തിനായി ഒരുങ്ങാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തരുന്ന ദൈവത്തിന് പിന്നെയും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. സമാധാനത്തോടുകൂടെ കടന്നു പോകാൻ ദൈവം പിന്നെയും നമ്മളെ സഹായിക്കുമാറാകട്ടെ.